എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് തനി നാടൻ വിഭവമായ കള്ളപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനലിൻ്റെ പേര് ഗ്രീൻ ഹെവൻ ലാൻഡ് എന്നാണ്. ഈ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, പറ്റുമെങ്കിൽ ഷെയറും ഒന്ന് ചെയ്യണേ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കള്ളപ്പാണ്. തനി നാടൻ വിഭവമാണ് കള്ളപ്പം. പണ്ട് തൊട്ടേ അമ്മമാർ വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ഞാനെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ പച്ചരിയാണ്, പിന്നെ 1 ഫുൾ തേങ്ങ. പച്ചരി കൂടാതെ ഉപയോഗിച്ചിരിക്കുന്നത് കള്ളും പിന്നെ തേങ്ങയാണ്. അതെന്തൊക്കെയാണ് എന്തോരം അളവിലൊക്കെ വേണമെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണണം. അപ്പോൾ നമുക്ക് കള്ളപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി അരി അരയ്ക്കണം. 2 മണിക്കൂർ 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച് കഴുകി കുതിർത്തി വെച്ച അരിയാണ് ഇത്. 1 കിലോ അരിയുണ്ട്. ഇതിൻ്റെ പകുതി നമുക്ക് മിക്സിയിലേക്ക് ആക്കിയിട്ട് 1 ഗ്ലാസ് കള്ള് ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അരിപ്പയിൽ അരിച്ച് കള്ളായിരിക്കണം. കള്ള് നമുക്ക് മിക്സിയിലേക്ക് ചേർത്ത് അരിയുടെ കൂടെ ചേർത്തിട്ട് കുഴമ്പ് പരുവത്തിനൊന്ന് അരച്ചെടുക്കണം. അപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കി അരിയും കൂടെ സെയിം ജാറിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇത് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യത്തിന് വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ. ഒത്തിരി വെള്ളം ചേർത്തത് ലൂസായി പോകും. കുഴമ്പ് പരുവത്തിനിരിക്കണമെങ്കിൽ കള്ളപ്പമല്ല, അപ്പോൾ ഒത്തിരി ലൂസായി പോകരുത്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം മാവ് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. തരിതരിപ്പില്ലാണ്ട് അരച്ചെടുക്കണം. നമുക്കത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അടച്ച് വെക്കണം. ഇത് രാത്രിയാണ് ഞാൻ അരച്ചത്. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വരും. അത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. കണ്ടോ, പിറ്റേന്ന് രാവിലെയാണിത്. കണ്ടോ, നന്നായിട്ട് പുളിച്ചിട്ടുണ്ടത്. ബബിൾസ് പോലെ നല്ല ഇതായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് 1 ഫുൾ തേങ്ങ, അത്യാവശ്യം വലിയ തേങ്ങ ചിരണ്ടി എടുത്തിട്ട് അതിന് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ജീരകം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ജീരകം ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. ഇനി തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കണം.
തേങ്ങയും ചേർത്ത് മാവ് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. 10-15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ചുട്ടെടുക്കാം. തവ നോൺ സ്റ്റിക്കിൻ്റെ തവയാണിത്. നോൺ സ്റ്റിക്കിൻ്റെ തവ സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കി എണ്ണ വരട്ടിയിട്ട് നമുക്കിത് മാവ് ഒഴിച്ചു കൊടുക്കാം. കള്ളപ്പാവുമ്പോൾ അധികം പരത്തരുത്, കുറച്ച് കട്ടിയിൽ വേണം ഇരിക്കാൻ. അപ്പോൾ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞു. ഏകദേശം നല്ല സോഫ്റ്റ് അപ്പമായിട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നുണ പറയുന്നതല്ല, നല്ല സോഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല, നല്ല ചൂടുണ്ട്. ഞാൻ ഏകദേശം കാണിച്ചു തരാം. ഏകദേശം കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. നല്ല സോഫ്റ്റായിട്ടാണ് എനിക്ക് അപ്പം കിട്ടിയിരിക്കുന്നത്. നല്ല മയമാണ്. സാധാരണ കള്ളപ്പമൊക്കെ ചുടുമ്പോൾ ഇത്ര നല്ല മയത്തിൽ സാധാരണ കിട്ടാറില്ല. ഇന്നെന്തോ നന്നായിട്ട് നല്ല മയത്തിൽ തന്നെ കിട്ടി. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പോർക്ക് കറി റെഡിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.